എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ നടത്തുന്നത് LBS വഴിയാണ്. അതായത് ഏകദേശം ആകെയുള്ള സീറ്റിൻ്റെ 50% ഗവൺമെൻറ് സീറ്റും ബാക്കി 50% മാനേജ്മെൻറ്റ് സീറ്റുമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 50%-ത്തിൽ ആദ്യത്തെ 50% ഗവൺമെൻറ് വഴിയും, അതായത് LBS സെൻറ്റർ വഴിയും, അതുപോലെ തന്നെ ബാക്കിയുള്ള 50% മാനേജ്മെൻറ്റ് സീറ്റുകളുമാണ്. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ നടത്തുന്നത് അതായത് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻസ് ആണ്. അതായത് ഓരോ മാനേജ്മെൻറ്റിന് കീഴിലുള്ള അസോസിയേഷൻസ് ആണ് ഇതുവരെ ആ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം മുതൽ ഈ ഒരു സംഘടനകൾ ഇതിൽ നിന്നും പിന്മാറുകയാണ്. അതായത് ഏകദേശം 2017 മുതലാണ് ഈ ഒരു രീതിയിൽ ഏകീകൃതമായിട്ട് മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകീകൃതമായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇനത്തിൽ ലഭിക്കുന്ന ഫീസിൽ GST അടക്കണം എന്നുള്ളത് ഇപ്പോൾ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സംഘടനകൾക്ക് അതൊരു വലിയ ബാധ്യതയായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ, അതായത് ഏകദേശം 18% GST അടക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 1.5 കോടിയിലധികം രൂപ ഓരോ അസോസിയേഷനും ആ ഒരു ഇനത്തിൽ ഫീസ്, അതായത് GST ആയിട്ട് അടക്കേണ്ടതായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് വന്നിട്ടുള്ളത്, അതായത് ഓരോ അസോസിയേഷന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ബാധ്യതയാകുന്നത് കൊണ്ട് തന്നെ ഈ വർഷം തൊട്ട് ആ ഒരു രീതിയിലുള്ള പ്രവേശന നടപടികൾ നിർത്തുന്നതായിട്ടാണ് സൂചന ഉള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ, അതായത് ഇനി ഓരോ കോളേജുകൾക്കും അതത് കോളേജുകളിൽ പോയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് അത് സംബന്ധിച്ചുള്ള തീരുമാനമൊന്നും വന്നിട്ടില്ല. എന്നാലും ആ ഒരു രീതിയിൽ സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് ഏകദേശം അത് കനത്ത നഷ്ടമായിരിക്കും. കാരണം ഓരോ കോളേജിലും ഈ ഒരു രീതിയിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പ്രവേശന ഫീസായിട്ട് നല്ലൊരു തുക നൽകേണ്ടതായിട്ട് വരും, അതായത് ചെറിയൊരു തുക നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ ഓരോ കോളേജിലും ആ ഒരു രീതിയിൽ പ്രവേശന ഫീസ്, അതായത് ആ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടക്കുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ ആയിട്ട്, അതായത് ഏകദേശം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ വരും. കാരണം ഇപ്പോൾ LBS ഈടാക്കുന്ന അതേ രീതിയിലുള്ള ഫീസാണ് ഇതുപോലുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴി പ്രവേശനത്തിനായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഫീസായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ ഓരോ കോളേജുകളിലും പോയിട്ട്, അതായത് ഓരോ കോളേജ് വഴി പ്രവേശനം നടത്തുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ GST ബാധ്യത വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നടത്തുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഓരോ കോളേജിലും ആപ്ലിക്കേഷൻ ഫീസ് നൽകേണ്ടതായിട്ട് വരാം. എന്നാൽ ഈ വർഷം തൊട്ട് BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ, അതായത് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിനായിട്ടുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ്, അതായത് ഈ ഒരു LBS സെൻറ്റർ വഴി തന്നെ നടത്താനാണോ സാധ്യത, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നഴ്സിംഗ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള സംബന്ധിച്ചുള്ള തീരുമാനമൊന്നും വന്നിട്ടില്ല. അങ്ങനെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതായത് എൻജിനീയറിംഗ് അതുപോലെയുള്ള എക്സാമിനേഷൻസ് പോലെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും പ്രവേശനം LBS വഴിയാനാണ് സാധ്യത. അപ്പോൾ LBSൽ ഇത് സംബന്ധിച്ച്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. അപ്പോൾ ഇത് ഏത് ഏജൻസിയെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ എക്സാമിനേഷൻ എങ്ങനെ നടത്തേണ്ടതുണ്ട്, അതായത് ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നടത്തേണ്ടതുണ്ടോ, അതായത് എൻട്രൻസ് ടെസ്റ്റായിട്ട് നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഇതുവരെ ഒരു തീരുമാനമൊന്നും വന്നിട്ടില്ല. അപ്പോൾ വരുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ആ വിവരം കറക്റ്റായിട്ട് അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ വർഷം തൊട്ട് എൻട്രൻസ് ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ എൻട്രൻസ് ഉണ്ടാവുകയാണെങ്കിൽ സാധാരണഗതിയിൽ LBS വഴിയാണ് ഉണ്ടാവാനുള്ള സാധ്യത. കാരണം LBSൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എൻട്രൻസ് സംബന്ധിച്ചുള്ള തീരുമാനം ഏകദേശം മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.